ആദ്യം ഇതുവരെയുള്ള പ്രധാന വാർത്തകൾ ഒന്ന് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെഴുതുക. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ, 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലാണ് വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 70.9% പോളിംഗ് രേഖപ്പെടുത്തി. എറണാകുളം ജില്ലയാണ് മുന്നിൽ, 74.58%. കുറവ് തിരുവനന്തപുരത്ത് 67.4%. കൊല്ലം 70.36%. പത്തനംതിട്ട 66.78%. ആലപ്പുഴ 73.76%. കോട്ടയത്ത് 70.94% പോളിംഗ്. ഇടുക്കിയിൽ 71.77%. എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ കണക്കുകൾ. മലയാറ്റൂരിൽ കാണാതായ 19-കാരിയുടേത് കൊലപാതകം. ആൺസുഹൃത്ത് അലൻ അറസ്റ്റിലായി. പ്രതി കുറ്റം സമ്മതിച്ചു. സംശയം മൂലമുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണം. ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കോടതി വിശദമായി കേട്ടിരുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണമാണ് പ്രതിഭാഗത്തിന്റേത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിൽ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യർ, രജിത പുളിക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ തുടരുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാകും ജാമ്യ ഹർജിയിൽ വിധി പറയുക. രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ സൈബർ പോലീസ് അപേക്ഷ സമർപ്പിക്കാനിരിക്കെയാണ് ജാമ്യ ഹർജിയുമായി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ സമീപിച്ചത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല ഇന്ന് SITക്ക് മുമ്പാകെ ഹാജരാകും. രാജ്യാന്തര വിഗ്രഹക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തലയുടെ ആരോപണം. തെളിവായി കൈവശമുള്ള രേഖകളും ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും രമേശ് ചെന്നിത്തല മൊഴി നൽകുക. ശബരിമലയിൽ ഭക്തജനത്തിരക്കേറി. 25,000-ലധികം അയ്യപ്പന്മാർ ഇന്ന് മല ചവിട്ടി. 7,412 ഭക്തർ സ്പോട്ട് ബുക്കിംഗിലൂടെ സന്നിധാനത്തേക്ക് എത്തി. ശബരിമലയിൽ പോലീസ് ബാരക്കിലെ ജനാല അടർന്നു വീണ് അപകടമുണ്ടായി. തലനാരിഴയ്ക്കാണ് തീർത്ഥാടകർ രക്ഷപ്പെട്ടത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ രാജ്യസഭയിൽ ഇന്ന് ചർച്ച. ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുൽ പറഞ്ഞത് മുഴുവൻ കള്ളമെന്നായിരുന്നു BJPയുടെ മറുപടി. ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സനോട് ഹാജരാകാൻ വീണ്ടും ആവശ്യപ്പെട്ട വ്യോമയാന മന്ത്രാലയം. ഡിസംബർ 6 വരെ റദ്ദാക്കിയ എല്ലാ വിമാനങ്ങളുടെയും റീഫണ്ട് പൂർത്തിയായതായി ഇൻഡിഗോ അറിയിച്ചതായി കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. ഇൻഡിഗോയുടെ 10% സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം സർക്കാർ തീരുമാനിച്ചു.